അപ്പൂപ്പാ, നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ മുതൽ അമ്മുമ്മ എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ലായിരുന്നു. വാ, സമയം ഒരുപാടായി, പോകാം. അപ്പൂപ്പാ, ഇവർക്കിവിടെ വന്നപ്പോ തിരിച്ചു പോകേണ്ടെന്ന്. പട്ടണത്തിലെ ജീവിതം ബോറിങ്ങാ. കാറ്റും തെളിഞ്ഞ വെള്ളം ഒക്കെ ഇവിടെയാ. പോകാനേ തോന്നുന്നില്ല. അതെ, ഇവിടം ബ്യൂട്ടിഫുൾ ആണ്. കല്യാണം കഴിഞ്ഞാൽ തിരിച്ചു പോകണമല്ലോ. അതാ ഞങ്ങളെ വിഷമം. ഞങ്ങൾക്ക് തിരികെ പോകണ്ട അപ്പൂപ്പാ. മക്കളെ, ജീവിതമായാൽ അങ്ങനെ പല സാഹചര്യത്തിലും പലയിടങ്ങളിലും നമ്മൾ കഴിയേണ്ടി വരും. അവിടവുമായി ഇണങ്ങിക്കഴിയാൻ നമ്മൾ പഠിക്കണം. അതിനാ നിങ്ങളെ സ്വതന്ത്രരായി ഇങ്ങോട്ട് വിട്ടത്. അപ്പൂപ്പ, ദേവേട്ടൻ ഞങ്ങൾക്ക് ഗംഗാ നദിയുടെ കഥ പറഞ്ഞു. ആഹാ, എങ്ങനുണ്ടായിരുന്നു കഥ? സൂപ്പർ ആയിരുന്നു. ദേവ, നിനക്ക് ഈ കഥയൊക്കെ അറിയാമായിരുന്നോ? എനിക്ക് അമ്മൂമ്മ പറഞ്ഞു തന്നതാ. അമ്മൂമ്മയ്ക്ക് ഒരുപാട് കഥകൾ അറിയാം. മുത്തശ്ശി കഥകളൊക്കെ കേട്ട് വേണം കുട്ടികൾ വളരാൻ. അതിന്റെ സാരാംശം ജീവിതത്തിൽ ഒരു തുണയായി വരും. നിങ്ങൾ അമ്മൂമ്മയിൽ നിന്നും കഥകളൊക്കെ കേൾക്കണം കേട്ടോ. വാ, നമുക്ക് പോകാം. ചുട്ടുപൊള്ളുന്ന ചൂട്. ശരദേച്ചിയെ, ഇച്ചിരി വെള്ളം ഇങ്ങെത്താ. ഇന്നാ അവിടെ ഇവിടെ മാറിയിരിക്കാതെ ബാ പെണ്ണുങ്ങളെ. അയ്യോ, നമ്മളുടെ ADC വന്ന് കണ്ട അത് മതി. അല്ലെങ്കിൽ തന്നെ നമുക്ക് കള്ളപ്പണിയാണെന്നാ നാട്ടുകാര് പറയുന്നേ. അവർക്കത് പറയാം. നമ്മളുടെ കഷ്ടപ്പാട് നമ്മൾക്കല്ലേ അറിയൂ. എടി ശലോമിയെ, ആ അരുവ കൊണ്ടെന്റെ തലയിലൊന്ന് നോക്കടി. രാവിലെ കെട്ടിയവരും പിള്ളേർക്കും കാപ്പി ഉണ്ടാക്കണം. ഉച്ചക്കത്തെ ആക്കി കൊടുത്തേച്ച ഞാൻ ഈ വരുന്നത്. നിനക്കതല്ലേ ഉള്ളൂ. ഞാൻ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് വയ്യാത്ത അമ്മായിയമ്മയും കുളിപ്പിച്ചേച്ചാ വരുന്നേ. വെളുപ്പിനെ എണീറ്റ് വീട്ടുപണിയെല്ലാം കഴിഞ്ഞ് ജോലിക്കിറങ്ങുമ്പോൾ ഉറക്കം വരുന്നത് കുറ്റമാണോ? വൈകിട്ട് വീട്ടിലോട്ട് ചെന്നാലോ വെള്ളമടിച്ച് നാലുകാലേ വരുന്ന വീട്ടുകാരൻ എനിക്കും പിള്ളേർക്കും ഒരു സമാധാനവും തരത്തില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്കില്ല. അതെന്താ? ഞാൻ വീട്ടിൽ കയറാറില്ല. എങ്ങനെ കേറും? ഈ താടകോ ഒലക്കയും കൊണ്ടല്ലേ നിൽക്കുന്നത്. നേരെ ചൊവ്വ വന്നാ ഞാൻ വീട്ടിൽ കയറ്റും. ജോലി ചെയ്യുന്ന കാശ് വീട്ടിൽ തരണം. ഷാപ്പിൽ കൊടുത്താൽ അവിടെ കിടക്കും. ഒരു ദിവസം ഞാൻ നിന്റെ ഒലക്കെടുത്ത് തീയിലിടും. അതിത്തിരി പുളിക്കും. ദാസേട്ടനെ നോക്ക്, 24 മണിക്കൂറും ഫോണിൽ കുത്തല. അവനാ ഭാഗ്യവാൻ. അവന്റെ കെട്ടിയോള് ചത്തില്ലേ? എന്തു ഭാഗ്യം, കണ്ണുള്ളപ്പം കണ്ണിന്റെ കാഴ്ച അറിയില്ല. വിഷമിക്കാതടാ, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാ. നീ നിന്റെ മക്കളെ നന്നായി നോക്കുന്നില്ലേ? ഒരമ്മയുടെ കുറവ് നീ അവരെ അറിയിക്കാതല്ലേ നോക്കുന്നേ? എന്നെ മക്കളെ എനിക്കിനി ഉള്ളത്. എടി തങ്കമണി, എന്റെ മക്കൾക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട്. അതൊക്കെ ഇപ്പൊ നോക്കി വെച്ചാ അവര് പള്ളിക്കൂടത്തിന്ന് വരുമ്പോ അവർക്കത് നോക്കി പഠിക്കാം. നിനക്കതൊക്കെ നോക്കാൻ അറിയാവോ? കുറച്ചൊക്കെ അറിയാം. നമ്മളും 10 ക്ലാസ് വരെ പഠിച്ചല്ലോ ചേട്ടാ. കണ്ടു പഠിക്ക്. നിങ്ങളുടെ പിള്ളേർ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നീ പോടി, ആനക്കരത്തിന്റെ ഇടയിൽ അവളുടെ ചേന കാര്യം. എടാ ദാസ, നീ എന്നെയും കൂടെ ഇതൊന്ന് പഠിപ്പിച്ചു തരാവോ? എന്നെ കൂടെ. എടാ ദാസ, ബാ നമ്മൾക്കൊരു ഷെൽഫി എടുക്കാം. ഷെൽഫി അല്ല, സെൽഫി. എന്തു കുന്തവുമാകട്ടെ, ഒന്നെടുക്കടാ. വാ, എല്ലാരും വന്നേ, വാ. ദൈവമേ, ദേ നോക്കാരൊക്കെയാ വരുന്നതെന്ന്. ചതിച്ചോ, വാമദേവൻ സാറ് വരുന്നു. വെറുമുണ്ടല്ലോ. ഇന്നത്തെ കാര്യം കുശാലായി. കണ്ടോ മെമ്പറെ, തൊഴിലാളികളായാൽ ഇങ്ങനെ വേണം. വിശ്രമം എന്തെന്നറിയാതെ ജോലി ചെയ്യണം. ഞാൻ കണ്ടു അമ്മച്ചിമാര് സൊറ പറയുന്നത്. തങ്കമണിയെ, ഈ കള്ളപ്പണി ഇവിടെ നടക്കില്ല. ജോലി ചെയ്താൽ കൂലി. എടാ ദാസ, നീ തൊഴിലുറപ്പ് നിർത്തി ഫോട്ടോഗ്രാഫർ ആയോ? അല്ല സാറേ, ഇവരൊരു ആഗ്രഹം പറഞ്ഞപ്പോ. നിന്നെ എനിക്കൊരു വിശ്വാസമായിരുന്നു. അയ്യോ, അങ്ങനെ പറയല്ലേ.
ജോലി ചെയ്ത് കുഴഞ്ഞപ്പോ ഒരു രസം അത്രേ ഉള്ളൂ. ശലോമിയെ അങ്ങനെ ആഞ്ഞു വെട്ടല്ലേ, മൺവെട്ടിക്ക് നോവും. കതിയാമോ, നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? കള്ളപ്പണിക്ക് നിന്നെ കഴിഞ്ഞ് വേറെ ആളുണ്ടോ? ഒന്ന് പോ സാറേ, ഈ പണി പെട്ടെന്ന് തീർക്കൂ. ആ ശങ്കരൻ ചേട്ടന്റെ വീട്ടിൽ നിങ്ങൾ ഇന്ന് തന്നെ ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞതാ. ഞാനും ഏറ്റതാ. ശങ്കരൻ ചേട്ടന്റെ കൊച്ചുമോടെ കല്യാണമാ. പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ചിന്നുവിന്റെ കല്യാണമല്ലയോ? അതൊക്കെ അറിയാം. അവിടെ ചെന്ന് വൃത്തിയാക്കുന്ന കാര്യം മറന്നു. അവിടുത്തെ മുറ്റവും പരിസരവും ഒക്കെ ഒന്നൊരുക്കണം. എന്നാലേ അവർക്ക് പന്തലിടാൻ പറ്റൂ. എല്ലാവരും പണി നിർത്തിയിട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ആ തൊഴിലുറപ്പുകാരെ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മാവ. അവളുമാരുടെ കാര്യം അങ്ങനെയാ. നമ്മൾ ഈ പറയുന്ന പോലല്ല എൻ്റെ ഭാഗ്യരഥി. ഇപ്പൊ ഒരുപാട് നിയമങ്ങളാ. നമ്മുടെ മെമ്പറോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. വാമദേവനോട് പറഞ്ഞിട്ട് ആളെ വിടാമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പം അവര് വന്നില്ലെങ്കിൽ നമുക്ക് വേറെ പണിക്കാരെ വിളിക്കാം. ഓ, വിളിച്ചാൽ അവർക്ക് വലിയ തലക്കനവാ. അല്ലെങ്കിൽ പിന്നെ ബംഗാളികളെ വിളിക്കണം. വിശ്വസിക്കാൻ പറ്റില്ലടി. തരം കിട്ടിയാൽ കിട്ടുന്നതൊക്കെ അടിച്ചോണ്ട് പോകും. അതുമല്ല, അവന്മാര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല. എന്തായാലും ഇനി ഇവിടെ ജീവിക്കണമെങ്കിൽ ഹിന്ദി അറിയണം. നമ്മുടെ അമ്മുവിന്റെ ചേച്ചി മരിച്ചു. എങ്ങനെ? സ്ത്രീധനത്തിന്റെ പേരിൽ എപ്പോഴും വഴക്കാണ്. അമ്മുവിന്റെ വീട്ടിലെ സ്ഥിതി അറിയാലോ. ഗതി കെട്ടപ്പോ ചേച്ചി ജീവനൊടുക്കി. അതിന് നമ്മൾ കരയുകയല്ല ചെയ്യേണ്ടത്. ഇതുപോലുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണം.
खत में क्या लिखा था, जिए तो जुग जुग ये कहा था, चार पल भी जी न पाया तू। यारों से नजरें मिला ले, एक बार तो मुस्कुरा दे, उठ जा साले यूं सताता है क्यों।